നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും മറ്റന്നാളും മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, ഈ അലർട്ടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? പ്രവിധ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികത്തായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ ഒരു ചക്രവാത ചുഴി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പാണ്. റിമാൽ എന്നാണ് ആ ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ഒമാൻ നിർദ്ദേശിച്ച പേരാണ്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി അത് ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് അതിശക്തമായ മഴ, പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി മഴ ലഭിച്ച മേഖലയാണ് എറണാകുളം, തൃശൂർ തുടങ്ങിയ മേഖലകൾ. ആ മേഖലയിൽ അതിതീവ്ര മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലുമാണ് മഴ കനക്കാൻ സാധ്യതയെന്ന് അറിയിപ്പുള്ളത്. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും രാത്രിയുമൊക്കെയായി ഈ മധ്യ കേരളത്തിലെയും അതുപോലെ മലയോര മേഖലകളിലെയും പലയിടങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജാഗ്രത തുടരേണ്ടതുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതായത് തുറസായ സ്ഥലത്ത് മഴ പെയ്യുന്ന സമയത്ത്, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തൊന്നും തുറസായ സ്ഥലത്ത് നിൽക്കരുത് തുടങ്ങിയ മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളത്തേക്ക് ശേഷം ഇപ്പോൾ ലഭിക്കുന്ന ഈ ശക്തമായ മഴയ്ക്ക് അതിൻ്റെ ശക്തി കുറയും. അതായത് നിലവിൽ അതിതീവ്രമായ മഴയാണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി നാളത്തോടെ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോഴും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത 2 ദിവസം കൂടി നിലനിൽക്കുന്നുണ്ട് താനും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് പ്രത്യേകിച്ച് അറബിക്കടലിൽ ഈ ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്ററിന് മുകളിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ തന്നെ സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ കടലേറ്റത്തിനും കടലാക്രമണത്തിനും ഒക്കെ സാധ്യത കടലിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. ആ നിർദ്ദേശം കർശനമായി മത്സ്യത്തൊഴിലാളികൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉയർന്ന തിരമാല മുന്നറിയിപ്പാണ്. ഏതാണ്ട് 3 മീറ്ററിന് മുകളിലേക്ക് വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നൽകിയിട്ടുണ്ട്. കടലേറ്റത്തിനും സാധ്യതയുണ്ട്. അതിനാൽ തീരദേശവാസികൾ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രവിത, ശരി. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അലർട്ടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ആലപ്പുഴ പുറക്കാടും കൊല്ലത്ത് കിഴക്കേ കല്ലടയിലും വീടുകൾക്ക് മുകളിൽ മരം വീണു. മഴക്കാല മുന്നൊരുക്കങ്ങൾ പരാജയപ്പെട്ടതോടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം അതിരൂക്ഷമായി. തൃശൂരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കുട്ടനാട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും സമീപത്തെ വീടുകളിലും വെള്ളം കയറി. കുട്ടനാട്ടിൽ നിന്ന് മനീഷ് മഹിബാലും തൃശൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുകയാണ്. ആദ്യം കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. മനീഷ്, എന്താണ് കുട്ടനാട്ടിലെ സാഹചര്യം? സാധാരണ മറ്റ് ജില്ലകളിൽ മഴ പെയ്യുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. ഇത് ആലപ്പുഴ ജില്ലയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അവസ്ഥ?
പ്രവിധ മണിക്കൂറുകൾ മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലത്തും കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് മഴ പെയ്തത്. പക്ഷേ നിലവിലത്തെ പ്രശ്നം ഈ പാടശേഖര സമിതികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന വെള്ളം മൊത്തം നിലവിൽ വീടുകളിലേക്കും റോഡുകളിലേക്കും പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഒരു പാടശേഖര സമിതിയുടെ അതായത് കൃഷിയിടമാണ്. അവിടെ അവർ കൃഷിക്ക് ശേഷം ആ ഒരു സ്ഥലത്ത് വെള്ളം കയറ്റിയിടുന്ന നടപടിയുണ്ട്. സ്വാഭാവികമായി അവർ ചെയ്യുന്ന നടപടിയാണത്. പക്ഷേ അതിനുശേഷം അതിനു മുൻപ് തന്നെ അതായത് മഴയ്ക്ക് മുൻപ് തന്നെ ഈ വെള്ളം മാറ്റിയിടേണ്ട നടപടി നേരത്തെ ചെയ്യേണ്ടതാണ്. പാടശേഖര സമിതികളോ സർക്കാരോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ തന്നെ ഇടപെട്ട് കൊണ്ടുവേണം അത്തരത്തിലുള്ള ഇത് നീക്കേണ്ടത്. പക്ഷേ ഈ രീതിയിൽ പാടശേഖര സമിതികളിൽ നിന്ന് വെള്ളം നീക്കാത്തത് മൂലം കുട്ടനാട്ടിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഇന്ന് മങ്കൊമ്പിൽ നിന്നും നെടുമുടിയിലേക്കുള്ള റോഡിൽ ചമ്പക്കുളത്തേക്കുള്ള റോഡിലൊക്കെ തന്നെ വെള്ളം കയറി 250-ലധികം വീടുകളിലേക്ക് വെള്ളം കയറി. അത് സാധാരണ ഒഴിവാക്കാവുന്ന വിഷയമാണ്. കാരണം കാലവർഷം അടുക്കുമ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്താണ് സാധാരണ ഇതിൽ കുട്ടനാട്ടിൽ വെള്ളം എത്തുക. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ അതായത് ഒരു ദിവസം എന്ന് പോലും മഴ പെയ്തില്ല. മണിക്കൂറുകൾ 5-6 മണിക്കൂറുകൾ മഴ പെയ്തതിനെ തുടർന്നാണ് ഇന്ന് ഈ പുളിങ്കുന്നിലും ഒപ്പം തന്നെ മങ്കൊമ്പിലൊക്കെ തന്നെ മഴ. ആ രീതിയിൽ ഇപ്പോൾ കായലിന് സമാനമായി പാടശേഖരങ്ങളൊക്കെ തന്നെ കായൽ പോലെ കിടക്കുന്ന രീതിയിൽ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വലിയ ഭീഷണിയാകുന്നത് ഇവിടെയുള്ള കുടുംബങ്ങളിലേക്കാണ്. കൃത്യമായ മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ വെള്ളം വീടുകളിലേക്കും ഒക്കെ തന്നെ റോഡുകളിലേക്കും തന്നെ പോകുന്നു. നിലവിൽ മങ്കൊമ്പിൽ നിന്ന് ചമ്പക്കുളത്തേക്കുള്ള റോഡ്, ചമ്പക്കുളത്ത് നിന്ന് എടത്തുവയിലേക്കുള്ള റോഡ്, മങ്കൊമ്പിൽ നിന്ന് പുളിങ്കുന്നിലേക്കുള്ള റോഡ്, ഈ റോഡുകളിലേക്കുള്ള ഗതാഗതം ഇപ്പോഴും പ്രശ്നമാണ്. അവിടെ ഒരുപാട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയും ഒപ്പം തന്നെ വീടുകളിലേക്ക് 100 കണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പലരും വീട് മാറി താമസിക്കാനുള്ള സ്ഥിതിയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. പ്രവിധ, ശരി, കുട്ടനാട്ടിലെ സാഹചര്യം എന്താണ് എന്നതാണ് മനീഷ് മഹിബാൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി തൃശ്ശൂരിലേക്ക് പോകാം. സൂരജ് സജിയുണ്ട്. സൂരജ്, തൃശ്ശൂരിലെ സാഹചര്യം എന്താണ് നിലവിൽ? നല്ല മഴയുണ്ടോ അവിടെ? അതോടൊപ്പം തന്നെ മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്രവിധ, രാവിലെ അല്പനേരം മാറി നിന്ന മഴ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ശക്തി പ്രാപിക്കുന്നതാണ് തൃശ്ശൂരിലുള്ളത്. ഞാനിപ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിലെ തന്നെ ഒരു മേഖലയിലാണുള്ളത്. പക്ഷേ ശക്തമായ മഴ ഇവിടെയും അനുഭവപ്പെടുന്നു. തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അതിരപ്പള്ളി തുടങ്ങി കുതിരാൻ വരെ നീളുന്ന മലയോര മേഖലയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെയാണ് തൃശ്ശൂരിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത്. രാത്രി 7 മണിക്ക് തുടങ്ങിയ മഴ, പക്ഷേ 7:30യോടുകൂടി നഗരം വലിയ വെള്ളക്കെട്ടിൽ അമരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പ്രത്യേകിച്ച് തോടുകളും അതുപോലെ തന്നെ ഓവുചാലുകളും ഒന്നും തന്നെ ശുചീകരിക്കാത്തതാണ് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു വലിയ ആരോപണമായി ഉയർന്നത്. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷം വലിയ സമരവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കുളവാഴകളുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ കൗൺസിലർമാർ കുളവാഴ ഈ കോർപ്പറേഷൻ മുന്നിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. BJP കൗൺസിലർമാരും സമരരംഗത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ തൃശ്ശൂരിൽ ചൂടുപിടിക്കുകയാണ്. മറുവശത്ത് മഴയും ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ ആൾതാമസമില്ലാത്ത വീട് സമീപത്തെ ഒരു വീട്ടിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ആ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ ദേശമംഗലത്ത് ഒരു റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതോടുകൂടി ആ ദേശമംഗലത്ത് പൂർണ്ണമായും ആ മേഖലയിലെ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഗ്രാമീണ മേഖലയിലും മഴയെ തുടർന്നുള്ള ദുരിതം വളരെയേറെ ശക്തമാണ്. എന്തായാലും തൃശ്ശൂരിൽ ഇന്നലെ ഉണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ പ്രശ്നങ്ങളുണ്ടായ ഓവുചാലുകളെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു. തുടർന്ന് ഈ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്തായാലും ജില്ലാ കളക്ടർ യോഗത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവിധ, ശരി, തൃശ്ശൂരിൽ മഴയോടൊപ്പം മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കനത്ത മഴയിൽ പെരുവയൽ പള്ളിത്താഴത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ചെറുകുന്നുമ്മൽ കോളനിയിൽ ശിവദാസന്റെ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കക്കയത്ത മരം കടപുഴകി വീഴുന്നതിനിടെ സ്കൂട്ടർ യാത്രക്കാരി സാഹസികമായി രക്ഷപ്പെട്ടു. എന്റെ മോനെ, അതാ വീണു, വരുന്നുണ്ടോ? അതാ വീണു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രിക രക്ഷപ്പെടുന്നത്. പക്ഷേ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും ചെയ്തു.
ജില്ലയിലെ മറ്റിടങ്ങളിലെ അവസ്ഥ എന്താണ്? പ്രവിധ, അക്ഷരാർത്ഥത്തിൽ തലനാരിഴയ്ക്ക് തന്നെ ഈ സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടു എന്ന് പറയാം. പനങ്ങാട് പഞ്ചായത്ത് അംഗം ലാലി രാജുവാണ് ഇത്തരത്തിൽ മരം ദേഹത്തു പതിക്കുന്നതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മരം വീഴുന്നതിന് തൊട്ടു മുൻപായാണ് അവർ അപ്പുറത്തെ വശത്ത് നിന്ന് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ചില നാട്ടുകാരൊക്കെ തന്നെ ശബ്ദമെടുത്ത് അവരെ അതിൽ നിന്ന്, ഈ വാഹനം വരുന്നതിൽ നിന്ന് തടഞ്ഞതിനാൽ മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷയിൽ മരം വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന ഒരു സംഭവം ഉണ്ടായി. അത് പെരുവയൽ പള്ളിത്താഴത്താണ്. ഇന്നലെ രാത്രി ഈ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ടതായിരുന്നു ചെറുകുന്നുമ്മൽ കോളനിയിലുള്ള ശിവദാസൻ. രാത്രിയിലാണ് മരം വന്ന് ഈ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പതിക്കുന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏക വരുമാന മാർഗം കൂടിയാണ് ഈ ഓട്ടോ. ഏതായാലും ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള കാറ്റിൽ മരം കടപുഴകി വീഴുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊയിലാണ്ടിയിൽ രാവിലെ ഒരു അപകടത്തിന്റെ വാർത്തയുണ്ടായിരുന്നു, ഗതാഗത തടസ്സമുണ്ടായ വാർത്തയുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ജില്ലയിൽ മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. രാവിലെ അത്ര തീവ്രതയോടുകൂടി നിലവിൽ മഴ പെയ്യുന്നില്ല. പ്രവിധ, ശരി, കോഴിക്കോട്ടും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മഴയോടൊപ്പം തന്നെ മറ്റ് മഴ ദുരിതങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രിക രക്ഷപ്പെട്ടത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ജീവൻ രക്ഷിക്കാനായത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കനകക്കുന്നിൽ കനത്ത മഴയിൽ കൂറ്റൻ മരം കടപുഴകി. ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, നല്ല തിരക്കുള്ള റോഡാണിത്. എപ്പോഴായിരുന്നു ഈ സംഭവം? പ്രവൃത്തി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മരം, ഈ കുറ്റൻ മരം, വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന മരമാണ്. ഇത് റോഡിലേക്ക് മറിഞ്ഞു വീണത്. ഈ രാത്രി മുതൽ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളമായിരുന്നു. ഈ സിറ്റിയുടെ പല മേഖലകളിലും, അതായത് തമ്പാനൂർ, കിഴക്കേക്കോട്ട, വള്ളക്കടവ് തുടങ്ങിയ മേഖലകളിലൊക്കെയും വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇത്തരത്തിൽ കനകക്കുന്നിലും ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള മഴ രാത്രിയിലും പുലർച്ചെയും ലഭിച്ചു. ഇതിലാണ് ഈ മരം കടപുഴകി വീണത്. ഈ റോഡിലേക്കാണ് ഈ മരം മറിഞ്ഞു വീണിട്ടുള്ളത്. ഇവിടെ കുറേ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഈ ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പല മേഖലകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ധനുവച്ചപുരം ഭാഗത്തൊക്കെ ഇത്തരത്തിൽ സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണുന്ന അവസ്ഥയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ നഗരത്തിലും മലയോര മേഖലകളിലുമൊക്കെ മഴ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ മഴ അത്ര കനത്തതല്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. എങ്കിലും ഈ നാശനഷ്ടങ്ങൾ, അങ്ങിങ്ങായി ഈ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവം ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ്. അതായത് ആർക്കും അപായമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരം. പ്രവിധ, ശരി, തിരുവനന്തപുരം കനകക്കുന്നിലാണ് വൻമരം കടപുഴകി വീണത്. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ആൺകുട്ടിയെ മർദ്ദിച്ച കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വധശ്രമ കുറ്റം ചുമത്തി. കായംകുളം പോലീസ് സ്റ്റേഷന് ജാമ്യം നൽകി വിട്ടയച്ച BJP പ്രവർത്തകൻ മനോജിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് മനോജ് 14-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. മാമനാണെങ്കിൽ എൻ്റെ കോളറെ പിടിച്ച് പൊക്കിയെടുത്ത് സൈക്കിൾ എടുത്ത് തലയും കുത്തിയിട്ടിട്ട് സൈക്കിൾ മാത്രം നശിപ്പിച്ച്, എന്നിട്ട് എൻ്റെ കോളറൊക്കെ പിടിച്ച് അമ്മമാരി ചള്ളൊക്കെ വന്ന്. അപ്പോൾ എനിക്ക് അറിയാവുന്ന വീട് അപ്പുറത്തായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഒന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവനെ ചെയ്യില്ല, അവനെ എനിക്ക് അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ചെറിയ തർത്തരം പറയുന്നൊന്നും ഞാൻ പുള്ളി ചീത്ത വിളിച്ചെന്നൊക്കെ പറഞ്ഞു. മനീഷ് മഹിമാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയച്ചതാണ്. വീണ്ടും വിളിപ്പിച്ച് കൊലക്കുറ്റം ഉൾപ്പെടെ വധശ്രമം ഉൾപ്പെടെ ചുമത്താനിടയായ സാഹചര്യം എന്താണ്? പ്രവിധ, ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞായറാഴ്ച ഈ സംഭവം ഉണ്ടായതിനു ശേഷം തിങ്കളാഴ്ച രാവിലെ തന്നെ കുടുംബം പരാതിപ്പെട്ടിരുന്നു കായംകുളം പോലീസിൽ. പക്ഷേ കായംകുളം പോലീസിൽ ഇത് യഥാസമയം കേസെടുക്കാനോ പ്രതിയെ പിടികൂടാനോ തയ്യാറായില്ല. പിന്നീട് വലിയ പരാതി ഉയർന്നു. ഈ കുട്ടീനെ 14 വയസ്സുകാരനായ കുട്ടിയെ വീണ്ടും ആലപ്പുഴ വണ്ടനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റി ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലായെന്ന് മനസ്സിലായതിനെ തുടർന്ന് കായംകുളം പോലീസ് കേസെടുത്തു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിന് ഇയാളെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇടപെട്ടുകൊണ്ടാണ് ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ഒരു കേസിൽ പ്രതിയെ വീണ്ടും വിളിച്ചു വരുത്തി വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ചയാണ്. അതായത് വീട്ടിൽ പട്ടിണി മൂലം ഷാഫി എന്ന 14 വയസ്സുകാരൻ വീട്ടിലെ ആക്രി സാധനങ്ങളുമായി ഒരു ആക്രി കടയിലേക്ക് പോകുന്ന സമയത്താണ് മനോജ് എന്ന കായംകുളം കാപ്പിൾ സ്വദേശി
BJP പ്രവർത്തകനും കൂടിയായിട്ടുള്ള കാപ്പിൽ സ്വദേശി മനോജ് ഇവരെ ചോദ്യം ചെയ്തത് ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാണോ എന്ന തരത്തിൽ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ഈ ഷാഫിയെയും ഷാഫിയുടെ അനുജനെയും ക്രൂരമായി മർദ്ദിച്ചത്. അതായത് 2 ദിവസത്തോളം മൂത്രം പോയില്ല എന്നാണ് ഷാഫി പറയുന്നത്. ആ രീതിയിൽ തന്നെ മർദ്ദിച്ചു. ഒപ്പം തന്നെ കഴുത്തിലടക്കം വലിയ പരിക്കുകളുണ്ട്. നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ കുടുംബം ആദ്യം പരാതി കൊടുത്തിരുന്നെങ്കിലും കായംകുളം CI ഇടപെട്ടുകൊണ്ടൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ പിന്നീട് ഈ കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് ഈ കേസിൽ വധശ്രമം അടക്കം ചുമത്തി നിലവിൽ ഈ 2ാമത് മനോജ് എന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് മനീഷ്? പ്രവിത, ആദ്യം കുട്ടിയെ താലൂക്ക് ആശുപത്രിയായിരുന്നു, കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിക്ക് മൂത്രം 2 ദിവസമായി പോകുന്നില്ല എന്ന സ്ഥിതി എത്തിയതോടുകൂടിയാണ് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയത്. അങ്ങനെ സ്ഥിതി സങ്കീർണമായതിനെ തുടർന്ന് പോലീസിന് വലിയ രീതിയിൽ കുറ്റം വന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ സ്റ്റേഷൻ ജാമ്യം മാത്രം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി. കാരണം വീട്ടിൽ നിന്നും ആക്രി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയ ഒരു ബാലനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച കേസിൽ സ്റ്റേഷൻ ജാമ്യം മാത്രം കൊടുക്കുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി എന്ന വലിയ ഒരു ആക്ഷേപം ഉയർന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടതും ഈ കേസിൽ 308 ചുമത്തി പ്രതിക്കെതിരെ വധശ്രമത്തിനുള്ള കേസ് ചുമത്തിയതും അറസ്റ്റ് ചെയ്തതും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കാപ്പിൽ സ്വദേശി BJPയുടെ സജീവ പ്രവർത്തകനുമായിട്ടുള്ള മനോജിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിത, ശ്രീ, ആലപ്പുഴയിൽ നിന്നാണ് സങ്കടകരമായ റിപ്പോർട്ട് വരുന്നത്. ആൺകുട്ടിയെ മർദ്ദിച്ച കേസിൽ എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. 14 വയസ്സുകാരനാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആക്രി സാധനങ്ങളുമായി പോയ ബാലനെയാണ് BJP പ്രവർത്തകൻ മർദ്ദിച്ചത് എന്നതാണ് പരാതി. വിവരങ്ങളാണ് മനീഷ് മഹിബാൽ നൽകിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. റിയാദ്, അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, നിലവിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മാത്രമാണോ റദ്ദാക്കിയിട്ടുള്ളത്? മറ്റ് വിമാനങ്ങളൊക്കെ സമയക്രമം പാലിക്കുന്നുണ്ടോ? ബാക്കി വിമാനങ്ങളെല്ലാം കൃത്യസമയം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെയും അതായത് എയർ ഇന്ത്യയുടെ ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി പോകേണ്ട വിമാനങ്ങളാണ് പ്രധാനമായിട്ടും റദ്ദാക്കിയിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ, അതായത് കോഴിക്കോട് റിയാദ് എക്സ്പ്രസ്, അതായത് 8:35 ഇത് പോകേണ്ടത്. അതുപോലെ തന്നെ കോഴിക്കോട് അബുദാബി എക്സ്പ്രസ്, അത് 10:05 പോകേണ്ടത്. കോഴിക്കോട് മസ്കറ്റ് വിമാനം, അത് 11:10. ഇത്തരത്തിൽ ഈ 3 വിമാനങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇന്ന് രാവിലെ അബുദാബി മസ്കറ്റ് വിമാനങ്ങൾ വലിയ രീതിയിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ചില വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ വിമാനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ വിമാനം പോകേണ്ടതില്ല അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉദ്യോഗസ്ഥരെത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 3 വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ട് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് യുവതി ഹാജരാവുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, കോടതി അനുവദിക്കുന്ന സമയത്താണ് യുവതി എത്തി മൊഴി നൽകുക. എപ്പോഴായിരിക്കും ഇത്? പ്രവിധ, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് CJM കോടതിയിൽ എത്തിക്കൊണ്ട് മൊഴി നൽകും. അവർ പറവൂർ സ്വദേശികളാണ്. അവിടെ നിന്ന് അവരുടെ രക്ഷിതാവിനൊപ്പമാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ എത്തും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴികൾ തന്നെ അവർ അത് ഒന്നുകൂടെ വിശദമായിക്കൊണ്ട് കോടതിയിൽ നൽകും എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള രാഹുൽ ക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മർദ്ദിച്ചത്. വിവിധ ഇടങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉൾപ്പെടെ മർദ്ദിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും. ഒപ്പം ഇത്തരത്തിലുള്ള മർദ്ദനം കണ്ടിട്ടും ഈ രാഹുലിൻ്റെ അമ്മയോ സഹോദരിയോ ആരും തന്നെ പിടിച്ചു മാറ്റാനോ മറ്റോ മുതിർന്നില്ല. മാത്രമല്ല അമ്മയും സഹോദരിയും സ്ത്രീധനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് നൽകിയിരുന്ന മൊഴി. ആ മൊഴികൾ തന്നെ വിശദമായിക്കൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകും എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. കേസിലെ 2ഉം 3ഉം പ്രതികൾ രാഹുലിൻ്റെ സഹോദരിയും അമ്മയുമാണ്. സഹോദരി 4ാം പ്രതിയും
അമ്മയാണ് മൂന്നാം പ്രതിയായിട്ടുള്ളത്. ഈ രണ്ടുപേരെയും ഇതുവരെ പോലീസിനെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവരെ രണ്ടുപേരെയും വിശദമായി കൊണ്ട് ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ കേസിലെ മറ്റു പ്രധാനപ്പെട്ട നടപടികൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഫറൂഖ് ACP വ്യക്തമാക്കുന്നത്. ഫറൂഖ് ACPയുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഇന്ന് ഈ പെൺകുട്ടി കോടതിയിലെത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യമൊഴി നൽകുന്നതും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരെത്തും, വിശദമായിട്ടുള്ള മൊഴി നൽകുകയും ചെയ്യും എന്നാണ് നമുക്ക് അറിയാനാവുന്നത്. ഈ കേസിൽ ഏറെ നിർണായകമാണ് ഈ രഹസ്യമൊഴി. പ്രവിധ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം. 3 കിലോമീറ്ററോളം ദൂരത്ത് സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി. ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് കല്യാൺ ഡോംബിവലിയിലെ MIDCയിലുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഫാക്ടറിക്കകത്തെ ബോയിലറിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. സമീപത്തെ ഫാക്ടറികളിലേക്കും പിന്നീട് തീ പടർന്നു. ഇതിന്റെ ഒരു പ്രകമ്പനം കൊണ്ട് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലൊക്കെ ചില്ലുകളും മറ്റും തകർന്നിട്ടുണ്ട്. ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി, ശബ്ദം കേട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സമയം ഫാക്ടറിക്കകത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരെയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ ആർക്കെങ്കിലും ആളപായം ഉള്ളതായുള്ള ഒരു വിവരവും ഇതുവരെയില്ല. ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. MIDCയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയല്ല. സമീപകാലത്ത് പലപ്പോഴും ഇത്തരത്തിൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു അപകടം വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടായതോടെ വലിയ രോഷം അവിടെ ജനങ്ങൾക്കിടയിലും ഉണ്ട്. പ്രവിധ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ കടലിൽ ചാടിയ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്പകത്തിൻമൂട് സ്വദേശി ശ്രേയയാണ് മരിച്ചത്. പെൺകുട്ടിക്കൊപ്പം ചാടിയെന്ന് സംശയിക്കുന്ന ആൺകുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, ഇവർ എപ്പോഴാണ് കടലിൽ ചാടിയത്? ഈ ആൺകുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? പ്രവിധ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വർക്കല ഇടവ ബീച്ചിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾ, ഇത് കണ്ടുനിന്ന മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത് 2 വിദ്യാർത്ഥികൾ, അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കടലിൽ ചാടി എന്നുള്ളതാണ്. എന്നാൽ അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് മറ്റൊരാൾ കൂടി കടലിൽ ചാടിയോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും 12 മണിയോടുകൂടിയാണ് വർക്കല സ്വദേശിയായ ശ്രേയ, 14 വയസ്സാണ്, ഈ കുട്ടി ഇടവ ബീച്ചിൽ നിന്ന് കടലിലേക്ക് ചാടിയത്. കടലിലേക്ക് ചാടി പിന്നെ അതിനുശേഷം ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ബീച്ചിൽ നിന്ന്, അതായത് ഈ കടൽ തീരത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. നിലവിൽ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ 2 കുട്ടികൾ ഈ ഉച്ചയോടുകൂടി ഇവിടെ എത്തുകയും അവർ സംസാരിച്ചിരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ 2 പേരും കടലിലേക്ക് ചാടി എന്നുള്ളതാണ്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആരോപണമാണ്. പോലീസുമായി ഇത് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അത്തരത്തിലൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. എന്തായാലും കുട്ടി മരിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പോലീസ് നൽകുന്ന മറ്റൊരു കാര്യം, ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു സുഹൃത്തുമായി ചാറ്റ് ചെയ്തതിന് ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു. ആ വഴക്ക് പറഞ്ഞ വിഷമത്തിലാണ് ഈ കുട്ടി ഇന്ന് പുറത്തേക്ക് പോയത്. അതിന് പിന്നാലെയാണ് ഈ ബീച്ചിലേക്ക് എത്തിയതും ഇത്തരത്തിൽ കടലിലേക്ക് ചാടുകയും ചെയ്തത്. എന്തായാലും അയിരൂർ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി അഖിൽ ഷാ. ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഗവർണർ ഒപ്പുവെക്കാത്ത തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ കൈമാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഓർഡിനൻസ് കൈമാറിയത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡുകൾ കൂട്ടാനായിരുന്നു ഓർഡിനൻസ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ ഇത് മടക്കുകയായിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തിനായി ഇപ്പോൾ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓർഡിനൻസ് വൈകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലേ? പ്രവിധ, ഉറപ്പായിട്ടും ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വൈകും എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇറക്കുന്നത്. തുടർന്ന് രാജ്ഭവൻ അയച്ചു. എന്നാൽ
പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി വേണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്ഭവൻ ഓർഡിനൻസ് സർക്കാരിന് മടക്കി അയച്ചു. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വീകരിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഈ ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാകുന്ന കാര്യം ജൂൺ 10-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിനുവേണ്ടി നാളെ മന്ത്രിസഭാ യോഗം അടക്കമുള്ള കാര്യങ്ങൾ ചേരാനിരിക്കുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ചേരുന്നതിന് തീരുമാനമെടുത്താൽ പിന്നെ ഓർഡിനൻസിന് പ്രസക്തി ഉണ്ടാകില്ല, ബില്ലായി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഈ ബില്ല് കൊണ്ടുവരുന്നതടക്കം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ ബജറ്റ് പാസ്സാക്കാനുള്ള സമ്മേളനമായതുകൊണ്ട് ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള സമയം അതാണ് സംസ്ഥാന സർക്കാരിന് മുൻപിലുള്ള വെല്ലുവിളി. ഈ സാഹചര്യം മറികടക്കാനാണ് സംസ്ഥാന സർക്കാർ ഓർഡിനൻസായി തന്നെ പുറത്തിറക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. പ്രവിത. ശരി ഷഫി, തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ തരേണ്ടതുണ്ട്. IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ തുടങ്ങാൻ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകി. പ്രതിപക്ഷ MLA-മാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാർ നീക്കം. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, എപ്പോൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്? പ്രവിധ, ഈ വർഷം തന്നെ സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യവിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം. ഈ അബ്കാരി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എതിർപ്പെന്ന് അറിയിച്ചതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K. ബാബുവും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഇക്കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ചത്. ഇതോടുകൂടി നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. വിശദ ചർച്ചകൾ നടന്നപ്പോഴും പ്രതിപക്ഷം അവരുടെ എതിർപ്പ് ആവർത്തിക്കുകയും ചെയ്തു. ഇത് തള്ളിയാണ് ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. IT പാർക്കുകൾക്ക് FL 4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷം ആക്കണമെന്നായിരുന്നു IT വകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം. എന്നാൽ 20 ലക്ഷം വേണമെന്ന എക്സൈസ് ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും പ്രവർത്തന സമയം. പ്രവർത്തന പരിചയവും സർക്കാർ നിശ്ചയിക്കുന്ന വാർഷിക വിറ്റുവരവുമുള്ള കമ്പനികൾക്കാണ് നടത്തിപ്പിന് അനുമതി നൽകുക. ബാർ നടത്തിപ്പുകാർക്ക് പാർക്കുകളിൽ മദ്യം നൽകുന്നതിന് അനുമതി ഉണ്ടാകില്ല. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രങ്ങളിലായിരിക്കും മദ്യശാലകൾ ഉണ്ടാവുക. ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ അതാത് കമ്പനിക്ക് തന്നെയായിരിക്കും ഒരു അധികാരം ഉണ്ടാവുക. അങ്ങനെയാണ് ആ വ്യവസ്ഥ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുന്ന മുറയ്ക്ക് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിക്കും. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് വെള്ളക്കല്ലിൽ വീട്ടിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്നതിനിടെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ പെരുമ്പാമ്പിനെ പിടികൂടി നിലവിൽ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്? പ്രവിത, കാസർഗോഡ് കാഞ്ഞങ്ങാട് കള്ളാർ കോളിച്ചാൽ വെള്ളക്കല്ലിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. മലയോര മേഖലയാണ്. വെള്ളക്കല്ലിലെ ജിതേഷിന്റെ വീട്ടുപരിസരത്ത് ഈ പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് പനത്തടി വനം വകുപ്പ് ഓഫീസിൽ വിവരം അറിയിച്ചു. അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ പെരുമ്പാമ്പിനെ പിടികൂടുന്നത്. തുടർന്ന് പനത്തടി വനമേഖലയിൽ തന്നെ ഈ പെരുമ്പാമ്പിനെ വിട്ടയച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ പെരുമ്പാമ്പിനെ കാട്ടിലേക്ക് വിട്ടയച്ചു. നല്ല വലിപ്പമുള്ള പെരുമ്പാമ്പായിരുന്നു. കോഴിയെ വിഴുങ്ങുന്നതിനിടെയാണ് ഈ ഒരു കാഴ്ച വീട്ടുകാർ കണ്ടത്. കവിത. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. കരമന അഖിൽ കൊലപാതക കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, തെളിവെടുപ്പ് പൂർത്തിയായോ? അതായത് മുഴുവൻ പ്രതികളെയും സംഭവസ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പ് നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ തെളിവെടുപ്പ് നടത്തിയ ഘട്ടത്തിൽ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കാരണം ഈ ഒരു അഖിൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ അഖിലിനെ കൊലപ്പെടുത്തുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് അഖിലിന്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും മറ്റും വലിയ വൈകാരികമായാണ് ഈ ഒരു തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ പ്രതികരിച്ചത്. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഇവരെ തടഞ്ഞു നിർത്തിയത്. എന്തായാലും നിലവിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ മറ്റു പ്രതികളൊന്നും ഇല്ല എന്നാണ് പോലീസിന്റെ നിലപാട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച് കേസിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് യുവതി ഹാജരായത്. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ.
പ്രവിധ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പരാതി അല്പസമയം മുമ്പാണ് കോഴിക്കോട് CJM കോടതിയിൽ ഹാജരായത്. അവരുടെ മൊഴിയെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും പോലീസ് നൽകിയ മൊഴികൾ തന്നെ അവർ കോടതിയിൽ വിശദമായി നൽകും എന്ന കാര്യമാണ് അറിയിക്കുന്നത്. അതായത് കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ ക്രൂരമായി മർദ്ദിച്ചു, ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു, സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്രൂരമായ മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം ഈ സംഭവത്തിൽ ഇത്രയേറെ ക്രൂരമായ മർദ്ദനത്തിന് താൻ ഇരയാവുന്ന വേളയിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. ആരും തന്നെ രാഹുലിനെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല. സ്ത്രീധനം ഇരുവരും ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തുടങ്ങിയിട്ടുള്ള മൊഴികളാണ് പോലീസ് നൽകിയത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിശദമായിക്കൊണ്ട് തന്നെ CJM കോടതിയിലും നൽകും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തലങ്ങളിലേക്ക്, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ക്രൂരമായ രീതിയിൽ, അതായത് ഈ പരാതിക്കാരിയോട് മോശമായി പെരുമാറുകയും ഈ കേസിലെ പ്രതികളോട് അനുകൂലമായിട്ടുള്ള രാഹുലിനോട് ഏറ്റവും അടുത്ത് ഇടപഴകുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ കൂടി ഇന്നത്തെ മൊഴിയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒന്നാം പ്രതിയായിട്ടുള്ള രാഹുൽ വിദേശത്താണ്. ആ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഒപ്പം രാഹുലിന്റെ അമ്മയും സഹോദരിയും അവരാണ് ഈ കേസിലെ 3ഉം 4ഉം പ്രതികൾ. ഈ 2 പേരെ പോലീസിന് ഇതുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവരെ വൈകാതെ തന്നെ ഈ 2-3 ദിവസത്തിനകം തന്നെ അവർക്ക് വീണ്ടും നോട്ടീസ് നൽകുമെന്നും അവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന കാര്യമാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കേസിൽ 4ാം പ്രതിയായിട്ടുള്ള രാജേഷിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടിട്ടുണ്ട്. ഒന്ന്, അന്വേഷണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പന്തീരങ്കാവ് SHO ആയിരുന്നുള്ള AS സരിനാണ്. മറ്റൊരാളുള്ളത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സീനിയർ CPO ആയിട്ടുള്ള ശരത് ലാലാണ്. ശരത് ലാൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ശരത് ലാലിനോട് ചോദ്യം ചെയ്യണം എന്നതിന് ആവശ്യമായിക്കൊണ്ട് നേരിട്ട് ഹാജരാകണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ശരത് ലാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായിട്ടില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ശരത് ലാലിനെ ചോദ്യം ചെയ്ത ശേഷം കേസിൽ പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. ഈ പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടി ഇപ്പോൾ കോടതിയിലെത്തിക്കൊണ്ട് രഹസ്യമൊഴി നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കോടതി ആ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. പ്രവിധ. ശരി, സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലം പറവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 24ലേക്ക് മാറ്റി. വിചാരണയ്ക്കായി കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി കൊല്ലം സെഷൻസ് കോടതിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, 110 പേരുടെ ജീവനെടുത്ത കേസിൽ 59 പ്രതികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രതികളും ഇന്ന് ഹാജരായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് കേസ് അടുത്ത മാസം 24ലേക്ക് മാറ്റിയിരിക്കുന്നത്? പ്രവിധ, മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദുരന്തമെന്ന് സമൂഹം തന്നെ വിലയിരുത്തിയ കേസാണ് പരവൂർ പുറ്റിങ്ങലിലേത്. ഈ പരവൂർ പുറ്റിങ്ങൽ കേസിൽ 110 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. 652 പേർ ഇതിൽ അംഗഭംഗമെന്ന് ഇപ്പോഴും ജീവിക്കുന്ന സാഹചര്യം അടക്കമുണ്ട്. ഈ കേസ് 6 വർഷത്തിന് ശേഷമാണ് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. കോടതിക്ക് മുമ്പാകെ ഇന്ന് എത്തുമ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. ഈ കേസിലെ 51 പ്രതികൾ, ജീവിച്ചിരിക്കുന്നത് 51 പ്രതികളാണ്. ഈ കേസിൽ ആകെ 59 പ്രതികളിൽ 8 പേർ മരിച്ചുപോയിരുന്നു. 10,000 പേജുള്ള കുറ്റപത്രത്തിൽ 51 പ്രതികൾ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത്. ഈ പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ 51 പ്രതികളിൽ 45 പേരാണ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായത്. ബാക്കിയുള്ളവർ അവധിക്ക് അപേക്ഷ കൂടിയാണ് നൽകിയിരിക്കുന്നത്. കേസ് അടുത്ത മാസം 24ലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത് വിചാരണ കോടതിക്ക് മുമ്പാകെ കേസ് എത്തുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട ട്രയൽ, അത് വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന കാര്യങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക. ഹൈക്കോടതിയാണ് വിചാരണ കോടതി ജഡ്ജി ആര് എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് 45 പ്രതികൾ നേരിട്ട് കോടതിയിൽ ഹാജരായി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിലെ റേവ് ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത തെലുങ്ക് നടി ഹേമ ലഹരി ഉപയോഗിച്ചതായി പരിശോധനാ ഫലം. പാർട്ടിയിൽ പങ്കെടുത്തില്ല എന്നായിരുന്നു ഹേമയുടെ വാദം. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തൽ? ഈ ബംഗളൂരുവിൽ നടന്ന ലഹരി റേവ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരിൽ ഈ ഹേമ ഉൾപ്പെടെയുള്ള തെലുങ്കു സിനിമാ താരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ഇവരെ പോലീസ് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞ വിശദീകരണം ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിവില്ല എന്നതായിരുന്നു. എന്നാൽ ഇവരുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും അത് പരിശോധനക്കായി അയക്കുകയും ചെയ്തിരുന്നു.
അതിനിടെ ഹേമ ഉൾപ്പെടെയുള്ളവർ താൻ ഈ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തില്ല എന്ന അവകാശവുമാതുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെക്കുകയും തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടന്നതെന്നുൾപ്പെടെയുള്ള വാദം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. തെലുങ്ക് നടി ഹേമ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 103 പേരാണ് പോലീസിന്റെ കണക്കനുസരിച്ച് ഈ റേവ് പാർട്ടിയിൽ പങ്കെടുത്തത്. അതിൽ 87 പേരും ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ തെലുങ്ക് സിനിമാ താരങ്ങളുണ്ട്, വിദേശ മോഡലുകളുണ്ട്, പ്രമുഖ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്ന വിവരമാണ് ഇവിടെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് തന്നെ ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിവില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ച ഹേമ ഉൾപ്പെടെയുള്ള തെലുങ്ക് താരങ്ങളെ ഇപ്പോൾ നിലവിൽ ഇത് കണ്ടെത്തിയതോടെ പോലീസ് തുടർ നടപടി എന്ത് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബാംഗ്ലൂരുവിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് തുടങ്ങി. പ്രതികളായ പോലീസുകാരുടെ തിരിച്ചറിയൽ പരേഡാണ് നടക്കുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. നേരത്തെ CBI ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എറണാകുളം CJM കോടതിയിൽ. ആ ആവശ്യം ഇപ്രകാരമായിരുന്നു. നേരത്തെ ചില സാക്ഷികൾക്ക് ഈ പ്രതികളെ തിരിച്ചറിയുന്നതിന് സാധിച്ചിരുന്നില്ല, അതായത് അവർ ഹാജരായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വീണ്ടും തിരിച്ചറിയൽ പരേഡ് നടത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് ആ തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണ്. നിലവിലിപ്പോൾ ജഡ്ജ് തിരിച്ചറിയൽ പരേഡ് നടപടികൾക്കായി ഈ ജയിലിലെത്തി, ജില്ലാ ജയിലിലെത്തി. പരേഡ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. താനൂരിൽ നിന്നും ഈ പ്രതികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആളുകളും ഇതിലെ സാക്ഷികൾ, പ്രധാനപ്പെട്ട സാക്ഷികളും എത്തിച്ചേർന്നിട്ടുണ്ട്. 4 പോലീസുകാരാണ് ഇതിൽ ഉള്ളത്. ജിനേഷ്, ആൽബിൻ അഗസ്റ്റിൻ, അഭിമന്യു, വിപിൻ എന്നിവരുടെ തിരിച്ചറിയൽ പരേഡാണ് ഇപ്പോൾ ഈ കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കുന്നത്. പ്രവീത. ശരി, താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് തുടങ്ങി. കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ നാടക പ്രസ്ഥാനമായ KPAC 75ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. മഹത്തായ നാടക പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായി മാറിയ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണിത്. KPACയുടെ 75ാം വാർഷികത്തിന്റെയും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയുടെയും ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. പ്രിയ നാടകാചാര്യന് സ്മരണാഞ്ജലിയായി അദ്ദേഹത്തിന്റെ അവസാന നാടകം ഒളിവിലെ ഓർമ്മകൾ ഇന്നലെ വീണ്ടും അരങ്ങിലെത്തി. ആകാശഗംഗാതരംഗപ്രകാശം കരളതരതാരകം വയലുകളിലെത്തി വെള്ളിയിളക്കും കൈകളിലേന്തി ഭൂമുഖവാതിലിൽ സന്ധ്യ വന്നെത്തി. ഒരു വ്യക്തിയുടെ ആത്മകഥ അദ്ദേഹം തന്നെ നാടകമാക്കി അവതരിപ്പിക്കുക എന്നത് സാധാരണയല്ല. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ 1948-53 കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ ഒളിവനുഭവങ്ങളാണ്. തോപ്പിൽ ഭാസി അവസാനമായി രചനയും സംവിധാനവും നിർവഹിച്ച നാടകം. ഇന്നലെ അത് തിരുവനന്തപുരത്ത് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തലായി മാറി. ആയിരത്തിൽ പരം വേദികളിൽ കളിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നാടകം ഇന്നലെ അവതരിപ്പിച്ചത് നിറഞ്ഞ സദസ്സിൽ. KPACയുടെ 75ാം വാർഷികത്തിന്റെയും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയുടെയും ഉദ്ഘാടനം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരുപക്ഷെ തോപ്പിൽ ഭാസിയെയും KPACയെയും നമുക്ക് വേർതിരിച്ച് കാണാൻ വിഷമമാണ്. നമ്മുടെ നാട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ടവർ തോപ്പിൽ ഭാസിയുടെ നാടകം, അടുത്ത നാടകം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ നാടകത്തിൻ്റെ അവതരണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനത്തിനെ നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം സാധാരണക്കാരുടെ അല്ലാത്തവരുടെ എല്ലാ മനസ്സുകളിൽ ഇടം നേടിയ ഒരു പ്രസ്ഥാനമാണ് KPAC എന്ന്. പിതാവിന്റെ ഓർമ്മകൾ വിവരിക്കുന്ന തോപ്പിൽ ഭാസിയുടെ മകൾ മാലയുടെ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം മന്ത്രി GR അനിൽ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ K ജയകുമാർ IAS നൽകി പ്രകാശനം ചെയ്തു. ഒളിവിലെ ഓർമ്മകൾ നാടകം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് എൻ്റെ മകൾ ചിത്ര കൊച്ചുകുട്ടിയാണ്. അവൾ പലതവണ റിഹേഴ്സൽ കണ്ടിട്ടുണ്ട്. ആ
ആ സമയം അടുത്തപ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന അവൾ നാടകത്തിൽ ഞാറ് നടുന്ന സീനിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ തോളിൽ കിടന്ന് തോർത്തെടുത്ത് അവളെ ഉടുപ്പിച്ച് അച്ഛൻ സ്റ്റേജിലേക്ക് കയറ്റി. അങ്ങനെ അവൾ അതിലങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. KPSC പ്രസിഡന്റ് ബിനോയ് വിശ്വം, സെക്രട്ടറി A. ഷാജഹാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. നോക്കാമനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നാളെ വിവിധ ജില്ലകളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ച ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷകൾ മാറ്റി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, പരീക്ഷ മാറ്റിയിരിക്കുന്നു. പുതുക്കിയ തീയതി എപ്പോൾ അറിയിക്കും? പ്രവിധ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് PS നടത്താൻ നിശ്ചയിച്ചിരുന്ന കായികക്ഷമതാ പരീക്ഷകളാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മെയ് 27 വരെയുള്ള പരീക്ഷകളാണ് മാറ്റിവെച്ചതായി ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. മെയ് 24, 27 തീയതികളിൽ വിവിധ ജില്ലകളിൽ വെച്ച് ഈ പരീക്ഷകൾ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ശാരീരിക അളവെടുപ്പ്, കായികക്ഷമതാ പരീക്ഷകൾ എന്നിവ പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു എന്നുള്ളതാണ് PSCയുടെ അറിയിപ്പ്. അതോടൊപ്പം തന്നെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നും ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിക്കുന്നു. ഇന്നും നാളെയുമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നടത്താനിരുന്ന പരീക്ഷകൾ ഇന്നലെ തന്നെ മാറ്റിവെച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ മെയ് 27 വരെയുള്ള എല്ലാ കായികക്ഷമതാ പരീക്ഷകളും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള എല്ലാ കായികക്ഷമതാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നത്. പ്രവിധ PA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.